നമസ്കാരം. മധ്യേഷ്യയും മധ്യപൂർവേഷ്യയും ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ പ്രസ്താവന ലോക ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. മധ്യേഷ്യയിലെ സംഘർഷത്തിൽ റഷ്യയും ചൈനയും ഇറാനെ സൈനിക സഹകരണത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സഹായിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായ യുദ്ധത്തിൽ റഷ്യയും ചൈനയും തങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഇതാദ്യമായാണ് ഇറാൻ തുറന്നു സമ്മതിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ഇറാന്റെ നിർണായക പങ്കാളികളാണെന്ന് അരാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിലെ എണ്ണ കമ്പനികൾക്കോ ഊർജ്ജ സ്രോതസ്സുകൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള പ്രാദേശിക ആസ്തികൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും UAE വഴി തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ടെന്നും അരാഗ്ചി ആരോപിച്ചു. ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ രഹസ്യമായി സൈനിക സഹകരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഇന്ന് പങ്കുവച്ചത്. ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ സ്ഥാനമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ പുതിയതല്ല എങ്കിലും ഈ രീതിയിൽ തുറന്നു പറയുന്ന സൈനിക സഹകരണം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സഹകരണം കൂടുതൽ പ്രാധാന്യം നേടുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ രാഷ്ട്രീയ സൈനിക ബ്ലോക്കുകളുടെ രൂപീകരണത്തിന് വഴിവെക്കുകയും ചെയ്യാം. മുൻകാലങ്ങളിലും തങ്ങൾ തമ്മിൽ അടുത്ത സഹകരണം ഉണ്ടായിരുന്നുവെന്നും അത് ഇന്നും തുടരുന്നുവെന്നും ഇതിൽ സൈനിക സഹായവും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഈ രാജ്യങ്ങളുമായി നല്ല സഹകരണമാണ് ഇറാൻ പുലർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും രാജ്യം സ്വീകരിക്കുന്ന സഹകരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നത് ഉടനെയൊന്നും ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇന്ധനക്ഷാമത്തെക്കുറിച്ചും വില വർധനവിനെ കുറിച്ചും വിശദീകരിച്ച അദ്ദേഹം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നു പോകുന്ന ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതത്തെക്കുറിച്ചും പരാമർശിച്ചു. എണ്ണ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ സായുധ സേന ഇതിനകം മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നത്. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഓഹരിയുള്ളതോ ആയ മേഖലയിലെ ഏത് ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിനും നേരെ അവർ ആക്രമണം നടത്തുമെന്നും അതിനാൽ ഇറാന്റെ പ്രതികരണം വ്യക്തമായിരിക്കുമെന്നും ഇറാന്റെ സൈനിക ശക്തിയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. UAE മണ്ണിൽ നിന്ന് അമേരിക്കയുമായി ചേർന്ന് ടെഹ്റാനിൽ ആക്രമണം നടത്തിയതിന് അദ്ദേഹം UAE കുറ്റപ്പെടുത്തി. ഇറാനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം സാമ്പത്തിക ഉപരോധങ്ങൾ, സാങ്കേതിക സഹായം, രഹസ്യ സൈനിക കരാറുകൾ തുടങ്ങിയ വിവിധ തലങ്ങളിൽ ഈ സഹകരണം നടക്കുന്നുവെന്ന സൂചനകളും വിദഗ്ധർ ഉയർത്തിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള പിന്തുണ ഇറാന്റെ പ്രാദേശിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനും ഇടയാക്കുമെന്നതാണ് വാസ്തവം. അതിനാൽ അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവന ഒരു സാധാരണ രാഷ്ട്രീയ പരാമർശം എന്ന രീതിയിൽ മാത്രം വിലയിരുത്താൻ കഴിയില്ല. മറിച്ച് ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സുരക്ഷാ സാഹചര്യങ്ങളെയും പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക സൂചനയായി വേണം ഇതിനെ വിലയിരുത്താൻ.